കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ നരിയൻപാറയ്ക്കും കക്കാട്ടുകടയ്ക്കുമിടയിൽ റോഡ് വെട്ടിപ്പൊളിച്ചത് വാഹനയാത്രക്കാർക്ക് അപകടക്കണിയായി മാറി. ഇന്നലെ വൈകുന്നേരമാണ് റോഡ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാർ ഈ ഭാഗത്ത് റോഡ് നിശ്ചിത അളവിൽ പൊളിച്ചു മാറ്റിയത്. എന്നാൽ ഇതിനുശേഷം ഈ ഭാഗത്ത് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയില്ല. ഇതറിയാതെ ഇരുചക്ര വാഹന യാത്രികരടക്കം ഈ കുഴിയിൽ ചാടി അപകടത്തിൽപ്പെട്ടു. മുന്നറിയിപ്പില്ലാതെ ഇത്തരം പ്രവൃത്തി ചെയ്ത കരാറുകാർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. സിഗ്നൽ പോലും വെക്കാതെ ഈ വഴിയിലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് നല്ലൊരു ഇറക്കപ്പുറം. ബൈക്കുകാരുടെ പ്രശ്നമല്ലേ? ബൈക്കുകാരല്ലേ, ഏത് വണ്ടിക്കാരാണ് ചേട്ടാ? നല്ലൊരു ഇറക്കപ്പുറത്ത് ഈ കുഴി വരുന്നത്. കൺട്രോൾ അടയാളം പോലും പറ്റുന്നത് ചേട്ടാ. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് നെരിയമ്പാറ അമ്പലത്തിന് സമീപത്തും കൊറ്റമ്പടിക്ക് സമീപത്തുമായി മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കരാറുകാരൻ റോഡിന്റെ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റിയത്. ഈ പ്രവർത്തനങ്ങൾ നടത്തിയത് വൈകുന്നേരമായതിനാൽ ഈ പൊളിച്ചു മാറ്റിയ ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാതെ കരാറുകാരൻ മടങ്ങി. ഇതോടെ ഇത് അറിയാതെ ഇതുവഴി വന്ന നിരവധി വാഹനയാത്രികർ ഈ കുഴിയിൽപ്പെട്ടു. ഇരുചക്ര വാഹന യാത്രികരുടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി അപകടത്തിലും പെട്ടു. ഇതിൽ ഒരാൾ കട്ടപ്പന ആശുപത്രി ചികിത്സയും തേടി. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ രാത്രിയിൽ കരാറുകാരൻ വന്ന് ഈ പൊളിച്ച ഭാഗത്ത് താൽക്കാലികമായി മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കി. എന്നാൽ ഇതും ഫലവത്തായില്ല. നരിയമ്പാറയിൽ നിന്നും ഇറങ്ങി വരുന്ന വാഹനങ്ങൾ വേഗത്തിൽ വരുന്നതിനാൽ അടുത്തെത്തുമ്പോൾ മാത്രമേ ഈ അപകട മുന്നറിയിപ്പ് സംവിധാനം മനസ്സിലാകൂ. അപ്പോഴേക്കും ബ്രേക്ക് ചവിട്ടിയാൽ പോലും വാഹനങ്ങൾ നിൽക്കാത്ത സാഹചര്യം ഉണ്ടാകുകയും ഈ കുഴിയിൽ പതിക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ ഈ കുഴിയിൽ പതിച്ച് ഒരു കാറ് അപകടത്തിൽപ്പെട്ടു. കരാറുകാരുടെ ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. യാതൊരു മുന്നറിയിപ്പ് ബോർഡും വെക്കാതെ പൊളിച്ചിട്ട് വാഹനങ്ങൾ അമിത വേഗത്തിൽ വന്ന് വളരെ അധികം വാഹനങ്ങളും ആളുകളും ഒക്കെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും വെക്കാതെ റോഡിൻ്റെ നല്ല ഭാഗങ്ങൾ പൊളിച്ച് മാറ്റി എന്തിനെന്ന് നാട്ടിലെ ജനങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട ആളുകൾ മുന്നറിയിപ്പ് ബോർഡ് വെക്കുകയും ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണമെന്ന്. ഇന്നലെ രാത്രി നിരവധി വാഹനങ്ങളാണ് ഈ കുഴിയിൽ പതിച്ചത്. അപ്രതീക്ഷിതമായി കുഴിയിൽ ചാടുന്നതോടെ വാഹനത്തിനുള്ളിലുള്ള ആളുകൾക്ക് വലിയ ആഘാതമാണ് ഏറ്റത്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നതും. പ്രതിഷേധം ശക്തമായതോടെ ഇന്ന് ഈ പൊളിച്ചിട്ട ഭാഗം പൂർവ്വസ്ഥിതിയിൽ ആക്കാനുള്ള ശ്രമത്തിലാണ് കരാറുകാരും. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.